ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 6th ഹിന്ദിയിലെ 13th ചാപ്റ്ററായ പേട് കി ബാത്ത് ആണ്. ലേഖക് ജഗദീഷ് ചന്ദ്ര ബസു ആണ് ഈ നിബന്ധ് എഴുതിയത്. ബംഗ്ലാ ഭാഷയിലായിരുന്നു എഴുതിയത്. ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശങ്കർ സേനാണ്. ഈ ചാപ്റ്ററിൽ ചെടികളെയും മരങ്ങളെയും മനുഷ്യരുമായാണ് ലേഖക് ഉപമിച്ചിരിക്കുന്നത്. വൃക്ഷങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ പ്രായമായി കഴിഞ്ഞാൽ തൻ്റെ എല്ലാം മക്കൾക്ക് സമർപ്പിക്കുന്നു. വൃക്ഷങ്ങളും അതുപോലെ ചെയ്യുന്നു. മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ വൃക്ഷങ്ങളും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ വൃക്ഷങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് ലേഖക് പറഞ്ഞിരിക്കുന്നത്. ക്യാ ആപ്നെ കഭി കോയി ബീജ് ബോയാ ഹേ? എന്താ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? ബീജ് ബോന എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സീഡ്സ്. ബീജ് എന്ന് പറഞ്ഞാൽ സീഡ്. ബീജ് സെ പേട് ബന്നെ കി കഹാനി ബഹുത് രോചക് ഹെ. രോചക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരു സീഡിൽ നിന്ന്, ഒരു വിത്തിൽ നിന്ന് ഒരു വൃക്ഷമായി മാറുന്ന ആ കഥ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. कैसे अंगूर फूटता है, पौधा बनता है, धीरे धीरे बढ़ता है और बड़ा पेड़ बन जाता है. आइए जानते हैं पेड़ की बात. अंगूर फूटना എന്ന് പറഞ്ഞാൽ വിത്ത് പൊട്ടി മുളയ്ക്കുക, അതായത് ജെർമിനേഷൻ. എങ്ങനെയാണ് ജെർമിനേഷൻ നടക്കുന്നത്? ഒരു വിത്ത് പൊട്ടി മുളച്ച് ചെടിയായി മാറുന്നത്, പൗധ ബൻതാ ഹെ ചെടിയായി മാറുന്നത്, ധീരെ ധീരെ ബഡ്താ ഹെ മെല്ലെ മെല്ലെ വളരുന്നു, ഒരു ബഡാ പേട് ബൻ ജാത്താ ഹെ അതുകൂടാതെ ഒരു വലിയ വൃക്ഷമായി മാറുന്നു. ആയേ ജാൻതേ ഹെ പേട് കി ബാത്. വരൂ, നമുക്ക് മരത്തെക്കുറിച്ച് അറിയാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബഹുത് ദിനോ തക് മിട്ടി കെ നീച്ചെ ബീജ് പടേ രഹെ. ഒരുപാട് ദിവസം മണ്ണിനടിയിൽ വിത്ത് കിടന്നു. ബീജ് എന്ന് പറഞ്ഞാൽ സീഡ്, വിത്ത്. അപ്പോൾ ഒരുപാട് ദിവസം വരെ മണ്ണിനടിയിൽ വിത്ത് കിടന്നു. ഇസി തര മഹീന ദർ മഹീന ബീത്തത്താ ഗയ. ബീത്തന എന്ന് പറഞ്ഞാൽ ബീത്ത് ജാന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. ഇസി തര ഇതുപോലെ, മഹീന ദർ മഹീന അതായത് കൈയ അനേക് മഹീനോ തക് ഒരുപാട് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. സർദിയോ കെ ബാദ് വസന്തായ അതായത് ശൈത്യകാലത്തിന് ശേഷം വസന്തകാലം വന്നു. സർദി കാ മൗസം എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ, വസന്ത് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ. അപ്പം ശൈത്യകാലത്തിന് ശേഷം വസന്തകാലം വന്നു. ഉസ്കെ ബാദ് വർഷാ കി ശുരുവാത്ത് മേ ദോ ഏക് ദിൻ പാനി ബർസ. അതിനുശേഷം വർഷാ കി ശുരുവാത്ത് മേ മഴയുടെ ആരംഭത്തിൽ, ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ ആരംഭം, മഴയുടെ ആരംഭത്തിൽ ദോ ഏക് ദിൻ ഒന്നോ രണ്ടോ ദിവസം പാനി ബർസ മഴ പെയ്തു. പാനി ബരസ്ന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. അബ് ഓർ ചിപ്പേ രഹനേക്ക് ആവശ്യകത നഹീതി. ഇനിയും ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ചിപ്പേ രഹന എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക. മാനോ ബാഹർ സെ കോയി ശിശുക്കോ പുക്കാർ രഹാഹോ. എങ്ങനെയാണ്? മാനോ ബാഹർ സെ പുറത്ത് നിന്ന്, കോയി ആരോ, ശിശുക്കോ പുക്കാർ രഹാഹോ ഒരു കുഞ്ഞിനെ വിളിക്കുകയാണ്. പുക്കാരന എന്ന് പറഞ്ഞാൽ വിളിക്കുക, ശിശു ഒരു ബേബി. ഒരു ബേബിയെ പുറത്ത് നിന്ന് ആരോ വിളിക്കുകയാണ് എന്ന പോലെ. ഓർ എങ്ങനെയാണ് വിളിക്കുന്നത് പുറത്ത് നിന്ന്? ഓർ സോയെ മത് രഹോ ഊപ്പർ ഉഠ് ജാവോ സൂരജ് കി രോഷ്നി ദേഖോ. ഇനിയും ഉറങ്ങിക്കിടക്കല്ലേ. ഓർ സോയെ മത് രഹോ ഇനിയും ഉറങ്ങിക്കിടക്കല്ലേ. ഊപ്പർ ഉഠ് ജാവോ മുകളിലേക്ക് എഴുന്നേറ്റ് വരൂ. സൂരജ് കി രോഷ്നി ദേഖോ സൂര്യപ്രകാശം നോക്കൂ എന്ന് പുറത്ത് നിന്ന് ആരോ പറയുന്നുണ്ട് എന്നാണ് ലേഖക് പറയുന്നത് ഈ വിത്തിനോട്, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തിനോട്. ആഹിസ്ത ആഹിസ്ത ബീജ് കാ ഢക്കൻ ധരക് ഗയ. ആഹിസ്ത ആഹിസ്ത എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ, മെല്ലെ മെല്ലെ, ബീജ് കാ സീഡിൻ്റെ, ഢക്കൻ ധരക് ഗയ അതിൻ്റെ അടപ്പ്. ധരക് ഗയ എന്ന് പറഞ്ഞാൽ ധരക്നേക്ക് ക്രിയ, അതായത് ക്രാക്കിങ്, അതായത് വിണ്ട് കീറുക. ഈ വിത്തിൻ്റെ അടപ്പങ്ങ് വിണ്ട് കയറി, അതായത് വിത്ത് പൊട്ടി എന്നാണ് പറയുന്നത്. വിത്ത് പൊട്ടി അതിൽ ഒരു കുഞ്ഞു ചെടി ഉണ്ടായി വരികയാണ്. ദോ സുക്കോമൽ പത്തിയോ കെ ബീജ് അങ്കുർ ബാഹർ നിക്കല. 2 സുക്കോമൽ എന്ന് പറഞ്ഞാൽ മൃദുവായ സോഫ്റ്റായിട്ടുള്ള
പത്തിയോങ്കി ബീജ്, പത്തി എന്ന് പറഞ്ഞാൽ ഇലകൾക്കിടയിൽ അങ്കുർ ബാഹർ നിക്കല, ആ ഇലകൾക്കിടയിലൂടെ ആ വിത്തങ്ങ് പൊട്ടി മുളച്ച് വന്നു. अंगूर का एक अंश नीचे माटी में मजबूती से गड़ गया. अंगूर का एक अंश, ഈ പൊട്ടിമുളച്ച ഈ ചെടിയുടെ ഒരു ഭാഗം മാട്ടിമേ, അതായത് മിട്ടിമേ, മണ്ണിൻ്റെ അടിയിൽ, നീച്ചെ മാട്ടിമേ, മണ്ണിൻ്റെ അടിയിൽ, മസ്ബൂതി സെ ഗഡുകയ, നല്ല ഉറപ്പോടുകൂടി ഗഡുകയ എന്ന് പറഞ്ഞാൽ അങ്ങ് ഡൂബ് ഗയ, അങ്ങ് ആഴ്ന്നു പോയി. ഓർ ദൂസര അംശ്, അതുകൂടാതെ മറ്റേ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മാറ്റി ഭേദക്കർ ഊപ്പർക്ക് ഓർ ഉട്ടാം, ഈ മണ്ണ് മാറ്റിയിട്ട് മുകളിലേക്ക് എത്തി നോക്കിയെന്നാണ് പറയുന്നത്. മുകളിലോട്ട് പൊങ്ങി വന്നു, മണ്ണ് മാറ്റിയിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നു. ക്യാ തുമ്നെ അങ്കുർക്കോ ഉട്തേ ദേക്കാ ഹേ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിത്ത് മുളച്ച് വരുന്നത് കണ്ടിട്ടുണ്ടോ? മുകളിലേക്ക് പൊങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ? जैसे कोई शिशु अपना नन्हा सा सिर उठाकर आश्चर्य से नई दुनिया को देख रहा है. എങ്ങനെയാണ് ഒരു വിത്ത് പൊട്ടിയിട്ട് അത് മുളച്ച് വരുന്നത്? ജैसे कोई शिशु, എങ്ങനെയാണ് ഒരു ചെറിയ ബേബി, അപ്പന നന്ന സ സിർ ഉട്ടാക്കർ, തൻ്റെ കുഞ്ഞ് തല ഉയർത്തിക്കൊണ്ട്, ആശ്ചര്യത്തോടു കൂടി, നയി ദുനിയാക്കോ ദേഖ് രഹാ ഹോ, ഈ നവലോകത്തെ, പുതിയ ലോകത്തെ നോക്കുകയാണ് എന്ന പോലെയാണ് ഒരു ചെടി ഇങ്ങനെ മുളച്ച് വരുന്നത് എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ദിവസം ഒരു വിത്ത്, അത് ഏതെങ്കിലും പക്ഷികളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടതാകാം, അത് മണ്ണിനടിയിൽ കിടന്നു, ഒരുപാട് ദിവസങ്ങൾ കിടന്നു, മാസങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ തണുപ്പ് കാലത്തിനും വസന്തകാലത്തിനും ഒക്കെ ശേഷം മഴക്കാലം തുടങ്ങിയപ്പോൾ അത് പൊട്ടി മുളയ്ക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് അത് പുറത്ത് നിന്ന് ആരോ വിളിക്കുന്നത് പോലെ, ആരോ ഒരു കുഞ്ഞു വാവയെ വിളിക്കുന്നത് പോലെ, എഴുന്നേൽക്കൂ, ഇനിയും ഉറങ്ങിക്കിടക്കല്ലേ, ഈ സൂര്യപ്രകാശം നോക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ, എന്നിട്ട് എഴുന്നേറ്റ് വരുന്നത് പോലെയാണ് വിത്ത് പൊട്ടി മുളച്ച് വരുന്നത്. മാട്ടി ഭേദക്കർ ഊപ്പർക്കി ഓർ ഉഠ എന്ന് പറഞ്ഞാൽ മണ്ണ് തുളച്ച് കയറി മണ്ണിലൂടെ മുകളിലേക്ക് എഴുന്നേറ്റ് നിന്നു. वृक्ष का अंकुर निकलने पर जो अंश माटी के भीतर प्रवेश करता है उसका नाम जड़ है. वृक्ष का अंकुर निकलने पर, അത് മുളച്ചതിന് ശേഷം, മുള വന്നതിന് ശേഷം ഏത് ഭാഗമാണോ ഏത് അംശമാണോ മാട്ടിക്ക് ഭീത്തർ, മിട്ടിക്ക് ഭീത്തർ, മണ്ണിൻ്റെ അടിയിൽ പ്രവേശ് കർത്ത ഹെ, മണ്ണിൻ്റെ അടിയിലേക്ക് പ്രവേശിക്കുന്നത്, അത് ആ ഭാഗത്ത് എന്താണ് പറയുന്നത്? ജഡ് എന്നാണ് പറയുന്നത്. ഇതാണ് ജഡ്, അതായത് റൂട്ട്, വേര്, ജഡ് എന്നാണ് പറയുന്നത്. മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗത്തിന് ജഡ് എന്നാണ് പറയുന്നത്. ഈ മുകളിലുള്ള ഭാഗത്തിന് തന എന്നാണ് പറയുന്നത്, അതായത് സ്റ്റെം. ഓർ ജോ അംശ ഊപ്പർക്ക് ഓർ ബഡ്താ ഹെ ഉസേ തന കഹത്തെ ഹെ, മുകളിലോട്ടുള്ള ഭാഗത്തിന് തന എന്നാണ് പറയുന്നത്. സബി പേഡ് പൗധോ മേ ജഡ് വ തന യേ ദോ ഭാഗ് മിലേംഗെ. സബി പേഡ് പൗധോ മേ, എല്ലാ മരങ്ങളിലും ചെടികളിലും, ജഡ് വ തന, ഈ ജഡും തന രണ്ടും, ഈ വേരും പിന്നെ മുകളിലുള്ള ഭാഗവും, ഈ ദോ ഭാഗം മിലേംഗെ, ഈ രണ്ട് ഭാഗവും കാണാനായിട്ട് കഴിയും. ये एक आश्चर्य की बात है कि पेड़ पौधों को जिस तरह ही रखो, जड़ नीचे की ओर जाएगी व तना ऊपर की ओर उठेगा. ഇത് ഒരു ആശ്ചര്യപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ചെടികളെയും മരങ്ങളെയൊക്കെ ഏത് തരത്തിൽ വയ്ക്കുകയാണെങ്കിലും, അതായത് തല തിരിച്ച് വയ്ക്കുകയാണെങ്കിലും, അതിൻ്റെ വേര് ഭാഗം, റൂട്ടിൻ്റെ ഭാഗം താഴോട്ടും മണ്ണിൻ്റെ ഭാഗത്തേക്കും, പിന്നെ തന, അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗം മുകളിലോട്ടും തന്നെയാണ് വളരുക. ഏക ഗമലമേ പൗധാത, ഒരു ചെടിച്ചട്ടിയിൽ ചെടി ഉണ്ടായിരുന്നു. പരീക്ഷൺ കർണേ കെ ലിയെ കുച്ച് ദിൻ ഗംലെ കോ ഓന്ത ലട്കായെ രക്കാം. പരീക്ഷൺ കർണേ കെ ലിയെ, പരീക്ഷിക്കാനായിട്ട്, ടെസ്റ്റ് ചെയ്യാനായിട്ട്, കുച്ച് ദിൻ, കുറച്ച് ദിവസം, ഗംലേക്കോ, ഈ ചെടിച്ചട്ടിയെ, ഓന്ത ലട്കായെ രക്കാം. ഓന്ത എന്ന് പറഞ്ഞാൽ ഉൾട്ട, അതായത് തല തിരിച്ച് അങ്ങനെ തൂക്കിയിട്ടു. അതായത് വേരിൻ്റെ ഭാഗം മുകളിലോട്ടും മുകളിലെ സ്റ്റെമ്മിൻ്റെ ഭാഗം താഴോട്ടുമായിട്ട് ഈ ചെടിച്ചട്ടിയെ തൂക്കിയിട്ടു. പൗധേക സിർ നീച്ചേക്ക് തരഫ് ലട്കാ രഹ, ഈ ചെടിയുടെ സിർ, അതായത് തലഭാഗം, മുകളിലുള്ള ഭാഗം, ഈ ഇലകളൊക്കെയുള്ള ഭാഗം താഴോട്ട് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഓർ ജഡ് ഊപ്പർക്കി, അതിൻ്റെ വേര് ഭാഗം, അതിൻ്റെ റൂട്ട് ഭാഗം, ഊപ്പർക്കി ഓർ രഹി, മുകളിലോട്ടും ആണ്
ഉണ്ടായിരുന്നത്. ദോ ഏക് ദിൻ ബാദ് ക്യാ ദേഖ്താ ഹൂँ कि जैसे पौधे को भी सब भेद मालूम हो गया हो. दो एक दिन बाद. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം എന്താണ് കണ്ടത്? പൗധേ കോ ബി സബ് ഭേദ് മാലൂം ഹോ ഗയാ ഹോ. ഈ ചെടിക്കും എല്ലാ രഹസ്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നതുപോലെ. ഭേദം എന്ന് പറഞ്ഞാൽ രഹസ്യം. എല്ലാ രഹസ്യവും മനസ്സിലായിട്ടുണ്ട് എന്നതുപോലെ എന്താണ് കണ്ടത്? ഉസ്കി സബ് പത്തിയ ഓർ ഡാലിയ ടേഡി ഹോക്കർ ഊപ്പർ കി തരഫ് ഉഡ് ആയി. ആ ചെടിയുടെ എല്ലാ ഇലകളും, ലീവ്സും പിന്നെ ഡാലിയം അതിൻ്റെ ബ്രാഞ്ചസും എല്ലാം ടേഡി ഹോക്കർ വളഞ്ഞിട്ട് ഊപ്പർ കി തരഫ് ഉഡ് ആയി ഹെ. അതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടുമെല്ലാം മുകളിലോട്ട് അങ്ങ് വളർന്നു. ജഡ് ഗൂംകർ നീച്ചേക്ക് ഓർ ലട്ടക് ഗയി. അതിൻ്റെ റൂട്ട് ഭാഗം തിരിഞ്ഞിട്ട് താഴേക്കങ്ങ് തൂങ്ങി നിന്നു. തുമ്നെ കൈ ബാർ സർദിയോമേ മൂലി കാട്ട്കർ ബോയി ഹോഗി. മൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? റാഡിഷ്, അതായത് മുള്ളങ്കി. അപ്പം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ സർദിയോമേ, അതായത് വിൻ്റർ സീസണിൽ റാഡിഷ് കട്ട് ചെയ്തിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാകും. ദേഖ ഹോഗ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പെഹലെ പത്തേ വ ഫൂൾ നീച്ചേക്ക് ഓർ രഹേ. ആദ്യം അതിൻ്റെ ഇലകളും പൂക്കളുമൊക്കെ താഴോട്ടായിരിക്കും ഉണ്ടായിരുന്നത്. കുച്ച് ദിൻ ബാദ് ദേഖോഗേക്ക് പത്തേ ഓർ ഫൂൾ ഊപ്പർ കി ഓർ ഉട്ട് ആയേ ഹെ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്താണ് കാണാൻ കഴിയുക? പത്തേ ഓർ ഫൂൾ, അതിൻ്റെ ഇലകളും പൂക്കളുമെല്ലാം ഊപ്പർ കി ഓർ മുകൾ ഭാഗത്തേക്കായിട്ട് ഉട്ടായ, അതായത് മുകൾ ഭാഗത്തേക്ക് വളർന്നു വന്നതായിട്ട് കാണാം. ചെടിയുടെ ഈ ഭാഗത്തിനാണ് തന എന്ന് പറയുന്നത്. അതേപോലെ തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തൻ എന്ന് പറഞ്ഞാൽ ശരീരം, തന എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെം, ചെടിയുടെ സ്റ്റെമ്മിനാണ് തന എന്ന് പറയുന്നത്. തൻ എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ഹം ജിസ് തരഹ ഭോജൻ കർത്തേ ഹെ പേഡ് പൗധേ ബി ഉസി തരഹ ഭോജൻ കർത്തേ ഹെ. നമ്മൾ എങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത്, മരങ്ങളും ചെടികളും അതേപോലെ തന്നെ ആഹാരം കഴിക്കുന്നു. ഹമാരെ ദാന്ത് ഹെ, നമുക്ക് പല്ലുണ്ട്. കഠോർ ചീസ് ഖാ സക്തേ ഹെ, നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കഴിയും. നന്നെ ബച്ചോക്കെ ദാന്ത് നഹീ ഹോത്തേ. കുഞ്ഞു വാവകൾക്ക്, അതായത് ചെറിയ ബേബീസിന് പല്ലുണ്ടാവില്ല. വേ കേവൽ ദൂത് പീ സക്തേ ഹെ, അവർക്ക് എന്താണ്, പാല് മാത്രമാണ് കുടിക്കാൻ കഴിയുക. കേവൽ എന്ന് പറഞ്ഞാൽ മാത്രം. പേഡ് പൗധോം കെ ബി ദാന്ത് നഹീ ഹോത്തേ. മരങ്ങൾക്കും ചെടികൾക്കും അതേപോലെ തന്നെ പല്ലില്ല. ഇസ്ലിയെ വേ കേവൽ തരൽ ദ്രവീയ വായു സെ ഭോജൻ ഗ്രഹൺ കർത്തേ ഹെ. അതുകൊണ്ട് അവ തരൽ ദ്രവ്യ, അതായത് ലിക്വിഡ് സബ്സ്റ്റൻസ്, ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസസ്, അതും അല്ലെങ്കിൽ വായു, അന്തരീക്ഷത്തിൽ കാറ്റ്, ഇത് വായു, ഇതുമാണ് അവർ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. പേഡ് പൗധേ ജഡ്കെ ദ്വാര മാട്ടി സെ രസ്പാൻ കർത്തേ ഹെ. മരങ്ങളും ചെടികളും വേരിലൂടെ എന്താണ്, മണ്ണിൽ നിന്ന് രസ്പാൻ കർത്തേ ഹെ, ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആ വെള്ളം കുടിക്കുന്നു, അതായത് ജലാംശം, മണ്ണിൽ അടങ്ങിയിട്ടുള്ള ജലാംശം വലിച്ചെടുക്കുന്നു. ചീനി മേ പാനി ഡാൽനെ പർ ചീനി ഗൽ ജാത്തി ഹെ. ഈ ഷുഗറിൽ, പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ചാൽ പഞ്ചസാര അലിഞ്ഞു പോകുന്നു അല്ലേ. ഗൽ ജാത്തി ഹെ എന്ന് പറഞ്ഞാൽ അത് ഉരുകുന്നു, അലിഞ്ഞു പോകുന്നു. മാട്ടി മേ പാനി ഡാൽനെ പർ ഉസ്കെ ഭീത്തർ ബഹുത് സെ ദ്രവ്യ ഗൽ ജാത്തെ ഹെ. മിട്ടിമേ, അതായത് മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ദ്രവ്യം, ഒരുപാട് പദാർത്ഥങ്ങൾ, ഒരുപാട് സബ്സ്റ്റൻസസ് ഗൽ ജാത്തെ ഹെ, അതായത് ഉരുകുന്നു, അത് അലിയുന്നു, മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുന്നു. പേഡ് പൗധേ വേഹി തമാം ദ്രവ്യ സോക്തേ ഹെ. മരങ്ങളും ചെടികളും ഈ തമാം ദ്രവ്യ, അതായത് ഈ എല്ലാ പദാർത്ഥങ്ങളും, തമാം എന്ന് പറഞ്ഞാൽ എല്ലാ ദ്രവ്യ, ഈ പദാർത്ഥങ്ങൾ സോക്തേ ഹെ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്നു, അത് കുടിക്കുന്നു. ജഡോങ്കോ പാനി ന മിൽനെ പർ പേഡ് കാ ഭോജൻ ബന്ദ് ഹോ ജാതാ ഹെ. റൂട്ട്സിന് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ മരത്തിൻ്റെ ഭക്ഷണം അങ്ങ് നിന്നു പോകുന്നു, മരത്തിൻ്റെ ഭക്ഷണമൊന്നും ലഭിക്കില്ല. പേട് മറിജാത്തായി, മരങ്ങൾ മരിച്ചു പോകുന്നു, മരങ്ങൾ നശിച്ചു പോകുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ പോലെയാണ് ലേഖകത്തിൽ മരങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ ദ്രവ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് മണ്ണിൽ ഒരുപാട് മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അവയെല്ലാമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലങ്ങ് അലിഞ്ഞു ചേരുന്നു. അതാണ് വേരുകൾ വലിച്ചെടുക്കുന്നത്, റൂട്ട്സ് വലിച്ചെടുക്കുന്നത്. सूक्ष्मदर्शी से अत्यंत सूक्ष्म पदार्थ स्पष्ट रूप से देखे जा सकते हैं. സൂക്ഷ്മദർശി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അത്യധികം സൂക്ഷ്മ പദാർത്ഥം, അത്യധികം ചെറിയ പദാർത്ഥങ്ങൾ പോലും, ചെറിയ സബ്സ്റ്റൻസസ് പോലും നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ കഴിയും. पेड़ की डाल अथवा जड़ का इस यंत्र द्वारा परीक्षण करके देखा जा सकता है. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ കൊമ്പുകളും പിന്നെ അതിൻ്റെ വേരുമൊക്കെ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് നോക്കാൻ കഴിയും, മൈക്രോസ്കോപ്പിലൂടെ നോക്കാനായിട്ട് കഴിയും. कि पेड़ में हज़ारों हज़ार नल है. നമുക്ക് എന്താണ് കാണാൻ കഴിയുക? पेड़ में മരത്തിൽ ആയിരക്കണക്കിന് നൽ ഹെ എന്ന് പറഞ്ഞാൽ ടാപ്പ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ ട്യൂബുണ്ട്. इन्हीं सब नलों के द्वारा माटी से पेड़ के शरीर में रस का संचार होता है. ഈ നല് വഴി, ഈ ട്യൂബ്സ് വഴിയാണ് മാട്ടീസെ മണ്ണിൽ നിന്ന് പേട് കെ ശരീരമേ മരത്തിൻ്റെ ശരീരത്തിലേക്ക് രസ് കാ സഞ്ചാർ ഹോത്ത ഹെ, അതായത് ഈ വാട്ടർ സപ്ലൈ ഒക്കെ നടക്കുന്നത് ഈ ട്യൂബിലൂടെയാണ്. ചെടികളിലെ വേരുകൾ, അതായത് റൂട്ട്സ്, മണ്ണിലടങ്ങിയിട്ടുള്ള മിനറൽസൊക്കെ വലിച്ചെടുക്കുന്നു. ഇത് ചെറിയ ചെറിയ ട്യൂബ്സ് വഴി, അതായത് നല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ നാളികൾ, അതുവഴി ചെടികളിൽ മുകളിലോട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എത്തിച്ചേരുന്നു, ആവശ്യങ്ങൾക്കായിട്ട് ചെടികൾ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ സൂക്ഷ്മദർശി, അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ചെടികളിലെ കൊമ്പുകളിലൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് ചെറിയ ചെറിയ നല്ലുണ്ട്, അതായത് ട്യൂബ്സ് പോലെയുള്ള ഭാഗമുണ്ട്. ഇനി സബ് നലോങ്കെ ദ്വാര, ഈ ട്യൂബ്സ് വഴിയാണ് മണ്ണിൽ നിന്ന് പേടിക്ക് മരത്തിൻ്റെ ശരീരത്തിലേക്ക് രസ് കാ സഞ്ചാർ ഹോത്തായ വാട്ടർ സപ്ലൈ നടക്കുന്നത്. ഇസ്കെ അലാവ വൃക്ഷ കെ പത്തെ ഹവാ സെ ആഹാർ ഗ്രഹൺ കർത്തെ ഹെ. ഇതുകൂടാതെ വൃക്ഷങ്ങളിലെ ഇലകൾ കാറ്റിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്, കാറ്റിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്നാണ് ആഹാരം വലിച്ചെടുക്കുന്നത്. പത്തോമെ അൺഗിനത്ത് ചോട്ടെ ചോട്ടെ മൂവ് ഹോത്തെ ഹെ. പത്തോമെ ഇലകളിൽ എണ്ണാൻ കഴിയാത്ത അത്ര ചെറിയ ചെറിയ മൂവ് ഹോത്തെ ഹെ, വായുണ്ട്. सूक्ष्मदर्शी के जरिए अनगिनत मुँह पर अनगिनत होट देखे जा सकते हैं. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ, ജറിയ എന്ന് പറഞ്ഞാൽ വഴി, മൈക്രോസ്കോപ്പ് വഴി നമുക്ക് അൻഗിനത്ത് മൂവ് പർ, ഈ ഒരുപാട് വായുണ്ടല്ലോ അതിൽ അൻഗിനത്ത് ഹോട്ട്, ഒരുപാട് ചുണ്ടുകൾ ദേഖേ ജാ സക്തേ ഹെ, കാണാനായിട്ട് കഴിയും. ജബ് ആഹാർ കർണേക്ക് ജറൂറത്ത് നാ ഹോ, ആഹാരം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ, ആഹാരം വേണ്ട ആവശ്യം ഇല്ലെങ്കിൽ, തബ് ദോനോ ഹോട്ട് ബന്ദ് ഹോ ജാത്തെ ഹെ, അപ്പോൾ ഈ ചുണ്ടുകൾ അടയുന്നു. ജബ് ഹം ശ്വാസ് പ്രശ്വാസ് ഗ്രഹൺ കർത്തെ ഹെ, ശ്വാസ് പ്രശ്വാസ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് നടക്കുന്ന സമയത്ത് പ്രശ്വാസ് കെ സാത്ത് ഏക് പ്രകാർ കി വിഷാക്ത് വായു ബാഹർ നികൽത്തെ ഹെ, അല്ലേ. നമ്മൾ ഏത് വായുവാണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് വിഷാക്ത് വായു, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഉസെ അങ്കാരക് വായു കഹത്തെ, അങ്കാരക് വായു എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. अगर ये जहरीली हवा पृथ्वी पर इकट्ठी होती रहे तो तमाम जीव जंतु कुछ ही दिनों में उसका सेवन करके नष्ट हो सकते हैं. അഗർ യ ജഹരീലി ഹവ, ജഹരീലി എന്ന് പറഞ്ഞാൽ വിഷമയമായ, അതായത് വിഷം നിറഞ്ഞ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പൃഥ്വി പർ, ഭൂമിയിൽ ഇക്കട്ടി ഹോത്തി രഹെ, ഇത് നിറയുകയാണെങ്കിൽ, തമാം ജീവജന്തു, എല്ലാ ജീവജാലങ്ങളും കുച്ച് ഹി ദിനോമേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉസ്കാ സേവൻ കറക്കെ, അത് ശ്വസിച്ചിട്ട് നഷ്ട ഹോ സക്തി, അത് ശ്വസിച്ചിട്ട് അവ നശിച്ചു പോകും, അല്ലെ. എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം നിറയുകയാണെങ്കിൽ. ജറാ വിധാതാക്കി കരുണാക്ക ചമത്കാർ തോ ദേക്കോ, അതായത് വിധാതാക്കി, ദൈവത്തിൻ്റെ കരുണയുടെ ആ ചമത്കാർ, അത്ഭുതമൊന്ന് നോക്കൂ. जो जीव जंतुओं के लिए जहर है, पेड़ पौधे उसी का सेवन करके उसे പൂർണ്ണത്യ ശുദ്ധ കർ ദേത്തെ ഹെ. ജീവജാലങ്ങൾക്ക് വിഷമായിട്ടുള്ള ആ
കാർബൺ ഡൈ ഓക്സൈഡ് അത് ഈ മരങ്ങളും ചെടികളും വലിച്ചെടുത്തിട്ട് അതിനെ പൂർണ്ണതയോടുകൂടി ശുദ്ധമാക്കുന്നു. എന്നിട്ട് ഓക്സിജനാണ് മരങ്ങൾ പുറത്തേക്ക് വിടുന്നത്. പ്ലാന്റ്സ് ഇലകളിൽ വെച്ചാണ് ആഹാരം ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്സിന് ഫോട്ടോസിന്തസിസ് അതായത് പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. റൂട്ട്സിലൂടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ഈ വെള്ളത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? പലതരം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ലീവ്സിലെ ചെറിയ സുഷിരങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നു. ആ സുഷിരങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഹോട്ട് എന്ന് പറഞ്ഞില്ലേ, ചോട്ടെ മൂവ് എന്ന് പറഞ്ഞില്ലേ, അതിന് സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. ആഹാരമുണ്ടാക്കാനായി ഇലകളിൽ ക്ലോറോഫിൽ എന്ന വർണ്ണവസ്തുവും അടങ്ങിയിട്ടുണ്ട്. അതാണ് ഗ്രീൻ കളറ് നൽകുന്നത്, ഇലകൾക്ക് ഗ്രീൻ കളർ നൽകുന്നത്. അപ്പോൾ ഈ ക്ലോറോഫിലും യൂസ് ചെയ്യുന്നു. എന്നിട്ട് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിലാണ് അവ ആഹാരം നിർമ്മിക്കുന്നത്. ഇതിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി ഗ്ലൂക്കോസും ഉണ്ടാകുന്നു, ഓക്സിജനും ഉണ്ടാകുന്നു. पेड़ के पत्तों पर जब सूर्य का प्रकाश पड़ता है, മരത്തിൻ്റെ ഇലകളിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അപ്പോൾ പത്തെ സൂര്യ ഊർജാക്കെ സഹാരെ ഇലകൾ സൗരോർജത്തിൻ്റെ സഹായത്തോടു കൂടി അങ്കാരക് വായുസെ അങ്കാർ നിശേഷ് കർ ഡാൽത്തെ ഹെ. അങ്കാരക് വായുസെ അതായത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബൺ വേർതിരിക്കുന്നു. അങ്കാരക് വായു എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്കാരക് എന്ന് പറഞ്ഞാൽ കാർബൺ, നിശേഷ് എന്ന് പറഞ്ഞാൽ ജിസ്കാ കോയി അംശ നാ രഹ ഗയാ ഹോ, അത് വേർതിരിക്കുന്നു, കാർബൺ വേർതിരിക്കുന്നു. और यही अंगार वृक्ष के शरीर में प्रवेश करके उसका संवर्धन करते हैं. അതുകൂടാതെ ഈ കാർബൺ വൃക്ഷത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ സമൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കുന്നു. സംവർദ്ധൻ കർത്തേ, സംവർദ്ധൻ എന്ന് പറഞ്ഞാൽ സമൃദ്ധ ഹോനേക്ക് അവസ്ഥ, അതിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് പ്രവർത്തിക്കുന്നു. പേഡ് പൗധേ പ്രകാശ് ചാത്തേ ഹെ. മരങ്ങൾക്കും ചെടികൾക്കുമെല്ലാം പ്രകാശം വേണം, സൂര്യപ്രകാശം വേണം. പ്രകാശ് ന മിൽനെ പർ യേ ബച്ച് നഹീ സക്തേ. പ്രകാശം ലഭിച്ചില്ലെങ്കിൽ, സൺലൈറ്റ് ലഭിച്ചില്ലെങ്കിൽ അവ രക്ഷപ്പെടില്ല, അതായത് അവ നശിച്ചു പോകും. പേഡ് പൗധോं की सर्वाधिक कोशिश यही रहती है कि किसी तरह उन्हें थोड़ा सा प्रकाश मिल जाए. മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ സർവാധിക് കോശിഷ്, സർവാധിക് എന്ന് പറഞ്ഞാൽ സബ്സെ അധിക്, അതായത് മാക്സിമം, ഏറ്റവും കൂടുതൽ അവർ പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കിസി തര ഉന്നെ തോടസ പ്രകാശ് മിൽ ജായ്, എങ്ങനെയെങ്കിലും അവയ്ക്ക് കുറച്ച് സൺലൈറ്റ് ലഭിക്കണം, അതിനു വേണ്ടിയിട്ട് അവ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചെടികൾ സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്കാണ് വളരുന്നത്. യദി കിടക്കിക്ക് പാസ് ഗംലേമേ പൗധ രക്കോ. നമ്മൾ ജനലിൻ്റെ അടുത്തായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ചെടി വെക്കുകയാണെങ്കിൽ, വളർത്തുകയാണെങ്കിൽ, ഒരു ജനലിനരികിൽ വെക്കുകയാണെങ്കിൽ, തബ് ദേക്കോ ഗേക്കി, അപ്പോൾ നമുക്ക് എന്ത് കാണാം? സാരി പത്തിയ വ ഡാലിയ അന്ധകാർ സെ ബജ്കർ പ്രകാശ് കി ഓർ ബഡ് രഹി ഹെ. എല്ലാ ഇലകളും കൊമ്പുകളും അന്ധകാർ സെ ബജ്കർ, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, പ്രകാശ് കി ഓർ ബഡ് രഹി ഹെ, പ്രകാശത്തിന് നേരെ, സൂര്യപ്രകാശത്തിന് നേരെ വളരുന്നതായിട്ട് നമുക്ക് കാണാം. വൻ അരണ്യമേ जाने पर पता लगेगा कि तमाम पेड़ पौधे इस होड़ में सचेष्ट है कि कौन जल्दी से सिर उठाकर पहले प्रकाश को झपट ले. വനാരണ്യം അതായത് വനങ്ങളിൽ പോവുകയാണെങ്കിൽ പത്താലകേക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ്? തമാം പേഡ് പൗധെ, എല്ലാ മരങ്ങളും ചെടികളും, ഈസ് ഹോഡ്മേ സജേഷ്ട്. ഹോഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഉറച്ച തീരുമാനത്തിൽ അവർ സജേഷ്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. സജേഷ്ട് എന്ന് പറഞ്ഞാൽ ചേഷ്ടാശീൽ അല്ലെങ്കിൽ ചേഷ്ടാകർണേവാല, അല്ലെങ്കിൽ അതായത് പ്രയത്നിക്കുന്നവരാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്? കോൺ ജൽദി സെ സിർ ഉട്ടാകർ പെഹലെ പ്രകാശ് കോ ജപട്ലെ. ആരാണ് വേഗത്തിൽ തല ഉയർത്തിക്കൊണ്ട് പ്രകാശത്തെ ചാടി പിടിക്കുന്നത് എന്ന രീതിയിൽ, ആരാണ് ആദ്യം പ്രകാശത്തെ ചാടി പിടിക്കുന്നത് എന്ന രീതിയിൽ ഓരോരോ മരങ്ങളും ചെടികളും നിൽക്കുന്നുണ്ടാകും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വനപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതായത് അതിനർത്ഥം അവ പ്രകാശത്തിന് നേരെയാണ് വളരുന്നത് എന്നാണ്. बेल लताएं छाया में पड़ी रहने से प्रकाश के अभाव में मर जाएगी. बेल लത എന്ന് പറഞ്ഞാൽ വള്ളികൾ, വള്ളിച്ചെടികൾ, ഛായാമേ പടി രഹനേസെ, തണലിൽ ആണെങ്കിൽ, തണൽ വെയിലില്ലാത്ത ഭാഗത്ത്, സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്താണെങ്കിൽ, പ്രകാശ് കെ അഭാവമേ,
സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ അവ മരിച്ചു പോകും, അതായത് അവ നശിച്ചു പോകും, ഇല്ലാതാകും. इसलिए वे पेड़ों से लिपटती हुई निरंतर ऊपर की ओर अग्रसर होती रहती है. അതുകൊണ്ട് അവ ഈ വള്ളിച്ചെടികൾ പേടോംസെ ലിപ്പട്ത്തി ഹുയി എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, മരങ്ങളോട് ചേർന്നുകൊണ്ട്, ലിപ്പട്ന എന്ന് പറഞ്ഞാൽ ആലിംഗൻ കർണ, സട്ട് ജാന എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ മരങ്ങളോട് ചേർന്നുകൊണ്ട് നിരന്തരമായിട്ട് ഊപ്പർക്കി ഓർ അഗ്രസർ ഹോത്തി, മുകളിലേക്ക് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അഗ്രസർ എന്ന് പറഞ്ഞാൽ ആകെ ബഡ്താ ഹുവ, മുകളിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അതായത് സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവ മരങ്ങളോട് ചേർന്നിട്ട് അങ്ങനെ വളരുന്നത്. അബ് തോ സമജ് ഗയേ ഹോംഗെ കി പ്രകാശ് ഹി ജീവൻ കാ മൂൽ മന്ത്ര ഹെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ, സൂര്യപ്രകാശം തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതായത് എല്ലാ ജീവജാലങ്ങളും ഈ സൂര്യപ്രകാശം എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് സൺലൈറ്റ് അത്യാവശ്യമാണ്. സൂര്യകിരൺ കാ സ്പർശ പാക്കർ ഹി പേട് പല്ലവിത് ഹോത്താ ഹെ. സൂര്യകിരണങ്ങളുടെ ആ സ്പർശനം ഏറ്റിട്ട് തന്നെയാണ് മരങ്ങൾ പൂത്തുലയുന്നത്. പല്ലവിത് ഹോന എന്ന് പറഞ്ഞാൽ പൂത്തുലയുക, നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് സൂര്യപ്രകാശം ഏറ്റതുകൊണ്ട് തന്നെയാണ്. പേട് പൗധോങ്കെ രേശേ രേശേമേ സൂരജ് കി കിരണേ ആബദ്ധ ഹെ. മരങ്ങളുടെയും ചെടികളുടെയും രേശേ രേശേമേ, അതായത് ഓരോരോ ഫൈബേഴ്സ്, രേശേ രേശ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ്, ഓരോരോ നാരുകളിലും സൂരജ് കി കിരണ, സൂര്യൻ്റെ കിരണങ്ങൾ ആബദ്ധ ഹെ കൂടിച്ചേർന്നിരിക്കുന്നു. ആബദ്ധ എന്ന് പറഞ്ഞാൽ ബന്ധാഹുവ അല്ലെങ്കിൽ ബാധിത് ജക്കടാഹുവ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആബദ്ധ ഹെ കൂടിച്ചേർന്നിരിക്കുന്നു. ഇന്ധൻ കോ ജലാനെ പർ ജോ പ്രകാശ് വ താപ് ബാഹർ പ്രകട് ഹോത്താ ഹെ വ സൂര്യ കി ഹി ഊർജാ ഹെ. നമ്മൾ തടിക്കഷ്ണങ്ങൾ കത്തിക്കുകയാണെങ്കിൽ ജോ പ്രകാശ് വ താപ് ബാഹർ പ്രകട് ഹോത്താ ഹെ, ഏത് പ്രകാശമാണോ അല്ലെങ്കിൽ ചൂടാണോ ആ പുറത്തേക്ക് വരുന്നത്, തീ പുറത്തേക്ക് വരുന്നില്ല, വ സൂര്യ കി ഹി ഊർജ, അത് സൂര്യൻ്റെ ഊർജം തന്നെയാണ്. പേട് പൗധെ വ സമസ്ത ഹരിയാലി പ്രകാശ് ഹത്യാനെ കെ ജാൽ ഹെ. പേട് പൗധെ മരങ്ങളും ചെടികളും, വ സമസ്ത ഹരിയാലി, സമസ്ത എന്ന് പറഞ്ഞാൽ എല്ലാ, ഹരിയാലി എന്ന് പറഞ്ഞാൽ ഹരേ ഭരേ പേട് പൗധോം കാ സമൂഹം, അതായത് എല്ലാ മരങ്ങളും ചെടികളും എല്ലാം പ്രകാശ് ഹത്യാനെ കെ, പ്രകാശത്തെ സൂര്യപ്രകാശത്തെ കൈക്കലാക്കാനുള്ള ജാൽ ഹെ, ഒരു വലയാണ്. അതായത് സൂര്യപ്രകാശത്തെ എത്തിപ്പിടിക്കാനായിട്ട് അവ എല്ലാം ശ്രമിക്കുന്നു. ഹത്യാന എന്ന് പറഞ്ഞാൽ കൈക്കലാക്കുക. പശു ഡാങ്കർ പേട് പൗധെ യാ ഹരിയാലി ഖാക്കർ അപ്നെ പ്രാണോ കാ നിർവാഹ കർത്തെ ഹെ. നിർവാഹ കർണ എന്ന് പറഞ്ഞാൽ ഉപജീവനം നടത്തുക. അപ്പോൾ പശു ഡാങ്കർ കന്നുകാലികൾ പേട് പൗധെ യാ ഹരിയാലി ഖാക്കർ, ഈ മരങ്ങളും ചെടികളും ഇതൊക്കെ കഴിച്ചിട്ടാണ്, പച്ചിലകളൊക്കെ കഴിച്ചിട്ടാണ് തൻ്റെ ജീവൻ നിലനിർത്തുന്നത്. നിർവാഹ കർത്തെ ഹെ, ഉപജീവനം നടത്തുന്നത്. പേട് പൗധോമേ ജോ സൂര്യ കാ പ്രകാശ് സമാഹിത് ഹെ. മരങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ആ സൂര്യപ്രകാശം വ ഇസി തര ജന്തുവോं के शरीर में प्रवेश करता है. അതിങ്ങനെ ഈ ജന്തുവോं के, അതായത് മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ. അപ്പം ഈ പച്ചിലകളൊക്കെ കഴിക്കുമ്പോൾ കന്നുകാലികളുടെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശവും പ്രവേശിക്കുന്നു. അനാജ് വ സബ്ജി ന ഖാനെ പർ ഹം ഭി ബച്ച് നഹി സക്തേ ഹെ. അല്ലേ, ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളും ജീവിച്ചിരിക്കില്ല അല്ലേ. നമുക്കും നമ്മുടെ ശരീരത്തിനും ഇതെല്ലാം അത്യാവശ്യമാണ്. सोच कर देखा जाए तो हम भी प्रकाश की खुराक पाने पर ही जीवित है. സോച്ച് കർ ദേക്കാ ജായതോ, നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പ്രകാശ് കി ഖുരാക്ക് പാനെ പർ ഹി ജീവിത് ഹെ, നമ്മളും ഈ പ്രകാശ് കി ഖുരാക്ക് എന്ന് പറഞ്ഞാൽ ഭോജൻ അല്ലെങ്കിൽ ആഹാരം, നമ്മളും ഈ ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അതായത് പ്രകാശം ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൂടെ നമുക്കും ലഭിക്കുന്നു, സൺലൈറ്റ് ലഭിക്കുന്നു അല്ലേ. നമ്മുടെ ശരീരത്തിനും ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കോയി പേട് ഏക് വർഷക്കെ ബാദ് ഹി മർ ജാത്തെ ഹെ. ചില മരങ്ങളൊക്കെ ഒരു വർഷത്തിന് ശേഷം തന്നെ മരിച്ചു പോകുന്നു, അതായത് നശിച്ചു പോകുന്നു. സബ് പേട് മരനെ സെ പെഹലെ സന്താൻ ചോട് ജാനെ കെ ലിയെ വ്യഗ്ര ഹെ. എല്ലാ മരങ്ങളും മരനെ സെ പെഹലെ, മരിക്കുന്നതിന് മുന്നേ സന്താൻ ചോട് ജാനെ കെ ലിയെ വ്യഗ്ര ഹെ. സന്താൻ ചോട് ജാന എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കാനായിട്ട്. വ്യഗ്ര എന്ന് പറഞ്ഞാൽ വ്യാകുലരാണ്, മനുഷ്യരെ പോലെ തന്നെ
മരങ്ങളും സന്താൻ ചോട് ജാനകിലെ വിഗ്രഹം എന്നാണ് ലേഖക് പറയുന്നത്. ബീജ് ഹി ഉൻകി സന്താൻ ഹെ, സീഡ് വിത്ത് തന്നെയാണ് അവയുടെ സന്താൻ, അവയുടെ കുട്ടികൾ വിത്ത് തന്നെയാണ്. ബീജ് की सुरक्षा व सार संभाल के लिए पेड़ फूल की पंखुड़ियों से घिरा एक छोटा सा घर तैयार करता है. ബീജ് की सुरक्षा, ഈ വിത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സാർ സംഭാൽ എന്ന് പറഞ്ഞാൽ പരിപാലിക്കാനായിട്ട്, ഇവർ വിത്തിൻ്റെ സുരക്ഷയ്ക്കും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടിയിട്ട് പേട് ഫൂൽ കി പങ്കുടിയോസെ, മരങ്ങൾ എന്ത് ചെയ്യുന്നു? ഫൂൽ കി പങ്കുടിയോസെ, പൂക്കളുടെ ഇതളുകളാൽ, പങ്കുടി എന്ന് പറഞ്ഞാൽ ഇതള്, പൂക്കളുടെ ഇതളുകളാൽ വലയം ചെയ്യപ്പെട്ട, വലയം ചെയ്യപ്പെട്ട ഒരു ചോട്ടാ സഗർ, ഒരു ചെറിയ വീട് തയ്യാറാക്കുന്നു. ഫൂലോं से आच्छादित होने पर पेड़ कितना सुंदर दिखलाई पड़ता है. ആച്ഛാദിत എന്ന് പറഞ്ഞാൽ ഡക്കാവുക അല്ലെങ്കിൽ ചിപ്പാവുക. അപ്പം പൂക്കളെ കൊണ്ട് നിറയുമ്പോൾ പേട് കിത്തന സുന്ദർ ദിഖ്ലായി പടുത്തായ, മരങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് കാണപ്പെടുന്നത്. ജैसे फूल के बहाने वह स्वयं हंस रहा हो, ഫൂളിൻ്റെ ആ ഒരു കാരണം കൊണ്ട് അവ ചിരിക്കുന്നത് പോലെ തോന്നും അല്ലേ. പൂക്കൾ നിറഞ്ഞ മരങ്ങളെ കാണുമ്പോൾ ആ മരങ്ങൾ ചിരിക്കുന്നതായിട്ട് തോന്നും. സ്വയം ഹസ് രഹാ ഹോ, ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഫൂൽ കി തര സുന്ദർ ചീസ് ഓർ ക്യാ ഹെ, പൂക്കളെ പോലെ മനോഹരമായ ഒരു സാധനം വേറെ എന്താണുള്ളത്? ജറാ സോച്ചോ തോ പേട് പൗധേ തോ മട്മേലി മാട്ടി സെ ആഹാർ വ വിഷാക്ത വായു സെ അങ്കാരക് ഗ്രഹൺ കർത്തേ ഹെ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പേട് പൗധേ, മരങ്ങളും ചെടികളും, മട്മേലി മാട്ടീസെ, മട്മേലി എന്ന് പറഞ്ഞാൽ ചെളി നിറഞ്ഞ മണ്ണ് കൊണ്ട് ആഹാരവും, വിഷാക്ത വായു അതായത് വിഷാംശം നിറഞ്ഞ വാതകമായ അങ്കാരക് അതായത് കാർബൺ, അത് ഗ്രഹൺ കർത്തെ, അതാണ് അവ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഫിർ ഈസ് അപരൂപ ഉപാദാൻ സെ കിസ് തര ऐसे സുന്ദർ ഫൂൽ ഖിൽത്തെ. പിന്നീട് ഈ അപരൂപ ഉപാദാനം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ മറ്റ് രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള ഒരു പൂവ് വിരിഞ്ഞു വരുന്നത്? തുമ്നെ കഥ തോ സുനി ഹോഗി, നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകും. സ്പർശമണിക്ക് അർത്ഥാത് പാരസ് പത്തർക്കി, സ്പർശമണി അഥവാ പാരസ് പത്തർ, അതിൻ്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജിസ്കെ സ്പർശിസെ ലോഹ സോന ഹോ ജാത്ത ഹെ, അതുകൊണ്ട് സ്പർശിക്കുമ്പോൾ ഇരുമ്പ് സ്വർണ്ണമായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്പർശമണി എന്ന് പറഞ്ഞാൽ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയും. അതൊരു മിത്താണ്, അപ്പോൾ ഒരു കാൽപ്പനിക കഥയാണ് അല്ലെങ്കിൽ പുരാണ കഥ എന്ന് പറയാം. അങ്ങനെ പറയപ്പെടുന്നത് അതുകൊണ്ട് തൊട്ടാൽ ഒരു ഇരുമ്പ് സ്വർണ്ണമായി മാറും എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മേരെ വിചാർസെ മാക്കി മമതാഹി വ മണിഹെ, എൻ്റെ അഭിപ്രായം അനുസരിച്ച് അമ്മയുടെ മമത, അമ്മയുടെ വാത്സല്യം തന്നെയാണ് ആ സ്റ്റോൺ. സന്താൻ പർ സ്നേഹ ന്യോച്ചാവാർ ഹോത്തേ ഹി ഫൂൽ കിൽക്കില ഉടുത്തേ ഹെ. സന്താൻ പർ, തൻ്റെ കുട്ടികളിൽ സ്നേഹ ന്യോച്ചാവാർ ഹോത്തേ ഹി, തൻ്റെ കുട്ടികളിലേക്ക് സ്നേഹം സമർപ്പിക്കുമ്പോഴേക്കും ഫൂൾ കിൽക്കില ഉട്ടേ, അത് പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞങ്ങ് വരുന്നു. കിൽക്കില, നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നു. മമതാക്ക സ്പർശ പാത്തേ ഹി മാനോ മാട്ടി വ അങ്കാർ കെ ഫൂൾ ബൻ ജാത്തേ. മമതാക്ക അതായത് വാത്സല്യത്തിൻ്റെ, അമ്മയുടെ വാത്സല്യത്തിൻ്റെ ആ സ്പർശം കിട്ടുമ്പോഴേക്കും മാട്ടി വ അങ്കാർ കെ ഫൂൾ ബൻ ജാത്തേ. ഈ ചെളി നിറഞ്ഞ മട്ടുമയിലി മാട്ടി, ചെളി നിറഞ്ഞ മണ്ണിൽ നിന്നും പിന്നെ കാർബൺ, അങ്കാർ എന്ന് പറഞ്ഞാൽ കാർബണിൽ നിന്നും എന്താണ് വിരിഞ്ഞു വരുന്നത്? ഫൂൾ, ഒരു പൂവായിട്ടാണ് അത് മാറുന്നത് അമ്മയുടെ സ്പർശമേൽക്കുമ്പോഴേക്കും എന്നാണ് ലേഖക് പറയുന്നത്. പേടോं पर मुस्कुराते फूल देखकर हमें कितनी खुशी होती है, അല്ലേ? മരങ്ങളിൽ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഷായദ് പേട് ബി കം പ്രഫുല്ലിത് നഹി ഹോത്തെ, ഒരു പക്ഷേ മരങ്ങളും പ്രഫുല്ലിത് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിലാവുക, അതായത് അത്യധികം സന്തോഷിക്കുക. മരങ്ങളും നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടാകും അല്ലേ? കം പ്രഫുല്ലിത് നഹി ഹോത്തെ, സന്തോഷിക്കാതിരിക്കില്ല അല്ലേ? ഖുഷി കെ മോക്കെ പർ ഹം അപ്നെ പരിജനോ കോ നിമന്ത്രിത് കർത്തേ ഹെ, സന്തോഷത്തിൻ്റെ അവസരത്തിൽ നമ്മൾ നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ
ഫാമിലീസിലുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. പരിജൻ എന്ന് പറഞ്ഞാൽ പരിവാർ കി സദസ്യ, നിമന്ത്രിത് കർണ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക. ഉസി പ്രകാർ ഫൂലോं की बहार जाने पर पेड़ पौधे भी अपने ബന്ധു ബാന്ധവോं को बुलाते हैं. അതേപോലെ തന്നെ ഫൂലോं की बहार जाने पर, അതായത് പൂക്കാലം വരുമ്പോൾ, പൂക്കൾ നിറയുമ്പോൾ, ബഹാർ എന്ന് പറഞ്ഞാൽ വസന്ത ഋതു, സ്പ്രിംഗ് സീസൺ. അപ്പോൾ പൂക്കൾ നിറയുമ്പോൾ, മരങ്ങളിൽ പൂക്കൾ നിറയുമ്പോൾ പേട് പൗധേ ബി, മരങ്ങളും ചെടികളും അപ്പനെ ബന്ധു ബാന്ധവോങ്കു ബുലാത്തെ, തൻ്റെ കുടുംബക്കാരെ എല്ലാം വിളിക്കുന്നു. സ്നേഹസിക്ത് വാണിമേ പുകാർ സക്തേ ഹെ. സ്നേഹസിക്ത് വാണി എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടെയുള്ള, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആ ശബ്ദത്തോടു കൂടിയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് വിളിക്കുന്നത്? കഹാ ഹോ മേരെ ബന്ധു മേരെ ബാന്ധവ് ആജ് മേരെ ഘർ ആവോ. എവിടെയാണ് എൻ്റെ കുടുംബക്കാര, എൻ്റെ സഹോദര, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരൂ. यदि रास्ता भटक जाओ, कहीं घर पहचान नहीं सको, इसलिए रंग बिरंगे फूलों के निशान लगा रखे हैं. അഥവാ വഴി ഭട്ടക് ജാവോ, അതായത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഘർ പെഹചാൻ നഹി സക്കോ, വീട് മനസ്സിലായില്ലെങ്കിൽ, തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇസ്ലിയെ അതുകൊണ്ട് രംഗ് ബിരംഗ് കളർഫുള്ളായിട്ടുള്ള ഫൂലോं के निशान लगा रखे हैं, പൂക്കളുടെ അടയാളമുണ്ട്, പൂക്കളുണ്ട്. അത് പൂക്കൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇങ്ങോട്ട് വരൂ എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ സഹോദര, എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് മരങ്ങൾ ക്ഷണിക്കുകയാണ്, തൻ്റെ ബന്ധുക്കളെ ക്ഷണിക്കുകയാണ് എന്നാണ് ലേഖക് പറയുന്നത്. അടയാളമായിട്ടാണ് പൂക്കളുള്ളത്. അഥവാ വഴി തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, വീട് മനസ്സിലായില്ലെങ്കിലോ അതിനു വേണ്ടിയിട്ടാണ് പൂക്കൾ. ഈ രംഗീൻ പങ്കുടിയ ദൂർ സെ ദേഖ് സക്കോगे, ഈ കളർഫുള്ളായിട്ടുള്ള പൂവിതളുകൾ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. പങ്കുടിയ എന്ന് പറഞ്ഞാൽ പൂവിതളുകൾ. മധുമക്കി വ തിത്തലി കെ സാത്ത് വൃക്ഷ की ചിരകാൽ സെ ഘനിഷ്ഠത है. മധുമക്കി അതായത് തേനീച്ച, തേനീച്ചകളുടെയും തിത്തലി പൂമ്പാറ്റകളുടെയും കൂടെ വൃക്ഷത്തിന് ചിരകാൽ സെ ഘനിഷ്ഠത है, വളരെ കാലമായിട്ട്, ദീർഘകാൽ, ചിരക്കാൽ എന്ന് പറഞ്ഞാൽ ദീർഘകാൽ, വളരെ കാലമായിട്ട്, ഘനിഷ്ഠത ഹെ അടുത്ത ബന്ധമുണ്ട്. ഘനിഷ്ഠത എന്ന് പറഞ്ഞാൽ അത്യധിക മിത്രത, അതായത് അടുത്ത ഒരു കൂട്ടുകെട്ട് ഉണ്ട്. വേ ദൽ ബൽ സഹിത് ഫൂൾ ദേഖ്നെ ആത്തി ഹെ, അവ കൂട്ടത്തോടെയാണ് പൂക്കൾ കാണാനായിട്ട് വരുന്നത്. ദൽ ബൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, മൊത്തത്തിലാണ് പൂക്കളുടെ അടുത്തേക്ക് വരുന്നത്. കുച്ച് പതംഗെ दिन के समय പക്ഷിयों के डर से बाहर नहीं निकल सकते. कुछ പതംഗെ, പതംഗെ എന്ന് പറഞ്ഞാൽ ശലഭങ്ങൾ, കുറച്ച് ശലഭങ്ങൾ പകൽ സമയത്ത് പക്ഷികളെ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷി ഉനെ ദേഖ്തേ ഹി ഖാ ജാത്തേ ഹെ, പക്ഷികൾ അവയെ കാണുമ്പോഴേക്ക് അങ്ങ് കഴിച്ചു കളയും, തിന്നുകളയും. ഇസ്ലിയെ രാത് കാ അന്ധേര ഗിർനെ തക് വേ ചിപ്പേ രഹത്തെ ഹെ, അതുകൊണ്ട് രാത്രി ആവുന്നത് വരെ, അന്ധേര ഗിർനെ തക്, അതായത് ഇരുട്ട് മൂടുന്നത് വരെ അവ ഒളിഞ്ഞിരിക്കുന്നു. ഷാം ഹോത്തെ ഹി ഉന്നെ ബുലാനെ കി ഖാതിർ ഫൂൽ ചാരോ തരഫ് സുഗന്ധ് ഹി സുഗന്ധ് ഫൈലാ ദേത്തെ ഹെ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പൂക്കൾ എന്താ ചെയ്യുന്നത്? അവയെ വിളിക്കാനായിട്ട്, ഈ പതംഗിനെ, അതായത് ശലഭങ്ങളെ വിളിക്കാനായിട്ട്, ഖാതിർ അതിനു വേണ്ടിയിട്ട്, ചാരോ തരഫ് നാല് ഭാഗത്തും, സുഗന്ധി ഹി സുഗന്ധ് ഫൈലാ ദേത്തെ ഹെ സുഗന്ധം പരത്തുന്നു. വൃക്ഷ അപ്പനെ ഫൂലോമേ ഷഹദ് യാ സഞ്ജയ് കർക്കെ രഖ്തേ ഹെ. വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? തൻ്റെ പൂക്കളിൽ തേൻ സഞ്ജയ് കർക്കെ രഖ്തേ ഹെ കൂട്ടി വയ്ക്കുന്നു. സഞ്ജയ് കർണ എന്ന് പറഞ്ഞാൽ ഇക്കട്ടകരണം, കൂട്ടി വയ്ക്കുക. മധുമക്കി വ തിത്ലി ബഡേ ചാവ് സെ മധുപാൻ കർത്തി ഹെ. അപ്പോൾ ഈ തേനീച്ചകൾ അല്ലെങ്കിൽ പൂമ്പാറ്റകൾ വളരെ ഇഷ്ടത്തോടു കൂടി അവ കുടിക്കുന്നു. മധുപാൻ കർത്തി, ഈ തേന് കുടിക്കുന്നു. മധുമക്കിക്ക് ആഗമൻ സെ വൃക്ഷ കാ ഭി ഉപകാര ഹോത്താ ഹെ. ഈ തേനീച്ചകൾ വരുന്നത് കൊണ്ട് വൃക്ഷങ്ങൾക്കും നല്ല അതിന് ഗുണങ്ങളുണ്ട്, ഉപകാരമുണ്ട്. തും ലോഗോനെ ഫൂൽ മേ പരാഗ് കൺ ദേഖേ ഹോങ്കെ. നിങ്ങളെല്ലാവരും പൂക്കളിൽ പരാഗ് കൺ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ കണ്ടിട്ടുണ്ടാകും, അതായത് പൂമ്പൊടി. മധുമക്കിയ ഏക് ഫൂൽ കെ പരാഗ് കൺ ദൂസരേ ഫൂൽ പർ ലേ ജാത്തി ഹെ. തേനീച്ചകൾ എന്താണ് ചെയ്യുന്നത്? ഒരു പൂവിൽ നിന്ന് ഈ പൂമ്പൊടി മറ്റൊരു പൂവിലേക്ക് കൊണ്ടുപോകുന്നു. പരാഗ് കൺ എന്ന് പറഞ്ഞാൽ പൂമ്പൊടി, അതായത് പോളൻ ഗ്രെയിൻ. അത് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് കൊണ്ടുപോകുന്നു. പരാഗ് കൺ കെ ബിന ബീജ് പക് നഹി സക്ത. പരാഗ് കൺ കെ ബിന, ഈ പൂമ്പൊടി ഇല്ലാതെ റീപ്രൊഡക്ഷൻ നടക്കില്ല.
പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ നടക്കില്ല. ഇതിനാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പരാഗണം, മലയാളത്തിൽ പരാഗണം എന്ന് പറയുന്നു. ഇസ് പ്രകാർ ഫൂൽ മേ ബീജ് ഫൽത്താ ഹെ. ഇപ്രകാരമാണ് പൂക്കളിൽ സീഡ്സ് ഉണ്ടാകുന്നത്, അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പോളിനേഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. अपने शरीर का रस पिलाकर वृक्ष बीजों का पोषण करता है. തൻ്റെ ശരീരത്തിലെ ഈ രസ് ഇത് കുടിപ്പിച്ചിട്ട്, അതായത് ഈ പോഷക ഘടകങ്ങളൊക്കെ നൽകിയിട്ടാണ് വൃക്ഷം സീഡ്സിനെ പരിപാലിക്കുന്നത്, വിത്തുകളെ പരിപാലിക്കുന്നത്. अब अपनी ज़िंदगी के लिए उसे मोह माया का लोभ नहीं है. ഇനി വൃക്ഷത്തിന് തൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള ആ ഒരു അത്യാഗ്രഹം ഒന്നുമില്ല. മോഹമായ എന്ന് പറഞ്ഞാൽ ഭ്രമം അല്ലെങ്കിൽ മിഥ്യാബോധം, ലോഭ് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്. അപ്പോൾ ഇനി വൃക്ഷത്തിന് ജീവിക്കണമെന്ന അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. തിൽ തിൽക്കർ സന്താൻ കി ഖാതിർ സബ് കുച്ച് ലുട്ടാ ദേത്താ ഹെ. തിൽ തിൽക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വരൂപിച്ച് വെച്ചിട്ട് തൻ്റെ സന്താനത്തിന്, തൻ്റെ കുട്ടികൾക്ക് എല്ലാം അങ്ങ് സമർപ്പിക്കുന്നു, എല്ലാം നൽകുന്നു, തൻ്റെ എല്ലാം നൽകുന്നു. ജോ ശരീർ കുച്ച് ദിൻ പെഹലെ ഹരാ ഭരാ ഥാ അബ് വ ബിൽക്കുൽ സൂക്ക് ഗയാ ഹെ. ഏത് ശരീരമായിരുന്നോ കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ പച്ചപ്പ് നിറഞ്ഞിരുന്നത്, അതിപ്പോൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്നെ ഹി ശരീർ കാ ഭാർ ഉഠാനെ കി ശക്തി ക്ഷീൺ ഹോ ജലി ഹെ. തൻ്റെ ശരീരത്തിൻ്റെ തന്നെ വെയിറ്റ് താങ്ങാനുള്ള ശക്തി ഇപ്പോൾ ഇല്ല, വൃക്ഷങ്ങൾ ക്ഷീണിച്ച് പോയിരിക്കുന്നു. പെഹലെ ഹവ ബയാർ കർത്തി ഹുയി ആകെ ബഡ് ജാത്തി തി. ആദ്യമൊക്കെ കാറ്റ് വീശുമ്പോൾ അതോടൊപ്പം തന്നെ, അതായത് കാറ്റ് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ അങ്ങ് വീശി അങ്ങ് പോകുമായിരുന്നു, വൃക്ഷം അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വൃക്ഷത്തിന് ശക്തിയില്ല, കാറ്റിനെ താങ്ങാനുള്ള ശക്തിയില്ല. പത്തെ ഹവാക്കെ സംഘ് ക്രീഡാ കർത്തേത്തെ. ഇലകൾ കാറ്റിനോടൊപ്പം കളിക്കുമായിരുന്നു. ക്രീഡ എന്ന് പറഞ്ഞാൽ കളി, ഗെയിം. ഇലകൾ കാറ്റിനോടൊപ്പം കളിക്കുമായിരുന്നു. ചോട്ടി ചോട്ടി ഡാലിയ താൽ താൽ പർ നാച്ച് ഉടുത്തി തി. ചെറിയ ചെറിയ കൊമ്പുകൾ, ബ്രാഞ്ചസ് താളത്തിനൊത്ത് നൃത്തം വയ്ക്കുമായിരുന്നു. ഈ മരത്തിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകൾ, ഡാലിയ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ്, താളത്തിനൊത്ത് നൃത്തം വയ്ക്കുമായിരുന്നു. അബ് സൂക്കാ പേട് ഹവാക്ക ആഘാത് സഹൻ നഹി കർ സക്ത. ഇപ്പോൾ ഈ ഉണങ്ങിയ മരം ഹവാക്ക ആഘാത്, അതായത് കാറ്റ് മുറിവേൽപ്പിക്കുന്നത് ഈ മരത്തിന് ഇപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ഹവാക്ക ബസ് ഏക് തപ്പേട ലഗ്തേ ഹി വ ധർ ധർ കാമ്പനെ ലഗ്താ ഹെ. തപ്പേട എന്ന് പറഞ്ഞാൽ കിസി ചീസ് കെ വേഗ് സെ ആകർ ടക്രാനെ യാ ലഗ്നെ കാ ഏസാ ആഘാത് ജിസ്മേ തപ് തപ് ശബ്ദ ഹോ. അതായത് കാറ്റ് വേഗത്തിൽ വന്ന് അടിക്കുമ്പോൾ, കാറ്റ് വീശുമ്പോഴുള്ള ആ ശബ്ദം, അത് താങ്ങാനുള്ള ശക്തി ഇപ്പോൾ മരത്തിനില്ല. അപ്പോഴേക്കും മരം ധർ ധർ കാമ്പനെ ലഗ്താ ഹെ, അതായത് വിറയ്ക്കാനായിട്ട്, നന്നായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങും. ഏക് കർക്കെ സബി ഡാലിയ ടൂട്ട് പടുത്തി ഹെ. ഓരോന്നായി എല്ലാ ബ്രാഞ്ചസും പൊട്ടി വീഴുന്നു. അന്തമേ ഏക് ദിൻ അകസ്മാത് പേട് ജഡ് സഹിത് ഭൂമി പർ ഗിർ പടുത്താ ഹെ. അവസാനം ഒരു ദിവസം പെട്ടെന്ന്, അകസ്മാത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, മരം ജഡ് സഹിത് വേരോടുകൂടി ഭൂമിയിലേക്ക് വീഴുന്നു. അങ്ങനെ മരം നശിച്ചു പോകുന്നു. इस तरह संतान के लिए अपना जीवन न्योछावर करके വൃക്ഷ സമാപ്ത ഹോ ജാത്താ ഹെ. ഇത്തരത്തിൽ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ ന്യോച്ചാവാർ കറക്കി, അതായത് ത്യജിച്ചുകൊണ്ട്, തൻ്റെ ജീവൻ തന്നെ ത്യജിച്ചുകൊണ്ട് വൃക്ഷം ഇല്ലാതാകുന്നു. സമാപ്ത ഹോ ജാത്താ ഹെ എന്നാണ് ലേഖക് പറയുന്നത്. ധർ ധർ കാംപ്ന എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിറയ്ക്കുക. പിന്നെ തപ്പേട എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുമ്പോഴുള്ള ആ ശബ്ദം, പെട്ടെന്ന് വന്ന് കാറ്റടിക്കുമ്പോഴുള്ള ശബ്ദം. ന്യോച്ചാവർ കർണ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് ത്യജിക്കുക, സാക്രിഫൈസ് ചെയ്യുക. വൃക്ഷം തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. ലേഖക് ജഗദീഷ് ചന്ദ്ര ബസു, അനുവാദക് ശങ്കർ സെൻ. ലേഖക് से परिचय. प्रसिद्ध वैज्ञानिक जगदीश चंद्र बसु का बचपन प्रकृति का अवलोकन करते हुए बीता. പ്രകൃതി നിരീക്ഷണത്തിലാണ് പ്രസിദ്ധ സയൻറ്റിസ്റ്റായ ജഗദീഷ് ചന്ദ്ര ബസുവിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞുപോയത്. അവലോകൻ കർണ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. പേട് പൗധോ ജീവജന്തുവോ സെ പ്രേം കർത്തേ ഹുവേ ഉൻകി ശിക്ഷ ആരംഭ ഹുയി. മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. വേ ജീവവിജ്ഞാൻ ഭൗതികി
वनस्पति विज्ञान तथा विज्ञान कथा लेखन में रुचि रखने वाले एक बहुविध व्यक्ति थे. അദ്ദേഹം ഒരു ബഹുവിഷയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ബയോളജി, നാച്ചുറൽ ഫിലോസഫി, ബോട്ടണി, പിന്നെ സയൻസ് ഫിക്ഷൻ, റൈറ്റിംഗ് ഇവയിലെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. उन्होंने सिद्ध किया कि पौधों का एक निश्चित जीवन चक्र व एक प्रजनन प्रणाली होती है और वे अपने परिवेश के प्रति जागरूक होते हैं. അപ്പോൾ അദ്ദേഹം എന്താണ് തെളിയിച്ചത്? ചെടികൾക്ക് ഒരു നിശ്ചിത ലൈഫ് സ്റ്റൈൽ അഥവാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടെന്ന് തെളിയിച്ചു. ചെടികൾ അവയുടെ എൻവയൺമെൻറ്റിനെ കുറിച്ച് ജാഗരൂകരാണ് അല്ലെങ്കിൽ ബോധവാന്മാരാണ്. इस प्रकार वे ये स्थापित करने वाले विश्व के पहले व्यक्ति थे कि पौधे किसी भी अन्य जीव रूप के समान होते हैं. മറ്റ് ജീവജാലങ്ങളെപ്പോലെ തന്നെയാണ് ചെടികളും എന്ന് അദ്ദേഹം തെളിയിച്ചു. വിശ്വക്കെ പെഹലെ വ്യക്തിത്വ എന്ന് തെളിയിച്ച ഒരു ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. विज्ञान जैसे विषय को भी चित्रात्मक साहित्यिक स्वरूप प्रदान करने वाले जगदीश चंद्र बसु ने सर्वप्रथम रेडियो तरंगों के द्वारा संचार स्थापित कर एक बड़ी वैज्ञानिक खोज की थी. അപ്പോൾ അദ്ദേഹം സയൻസിനും ചിത്രാപരമായ സാഹിത്യ രൂപം പ്രദാനം ചെയ്തു. ഫസ്റ്റ് റേഡിയോ വേവ് വഴി കമ്മ്യൂണിക്കേഷൻ ഇൻവെൻറ്റ് ചെയ്തിട്ട് ഒരു വലിയ സയൻറ്റിഫിക് ഡിസ്കവറി അദ്ദേഹം നടത്തി. पेड़ की बात का बंगला से हिंदी में अनुवाद ശങ്കർ സേൻ ने किया है. അപ്പോൾ ഈ പേഡ് കി ബാത്ത് എന്ന ചാപ്റ്റർ അദ്ദേഹം ബംഗ്ലാ ഭാഷയിലായിരുന്നു എഴുതിയത്. അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശങ്കർ സേൻ ആയിരുന്നു.